നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പൊന്നിൻ കണിയും കൈനീട്ടവും സമൃദ്ധിയുടെ മഞ്ഞപ്പട്ടുടുത്ത് മലയാളി ഇന്ന് വിഷു ആഘോഷിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഓടുപൊളിച്ച് മോഷണം. വിഗ്രഹത്തിലെ മാലയടക്കം കവർന്ന 15കാരൻ പിടിയിൽ. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് 40 ഡിഗ്രിയിലേക്ക്. റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപയോഗവും. ഡിജിറ്റൽ ഇടപാടുകൾക്ക് RBIയുടെ കൂളിംഗ് പീരീഡ്. പണം അയച്ചാലും അക്കൗണ്ടിലെത്താൻ 1 മണിക്കൂർ വൈകും. സ്മാർട്ട് ഫോൺ ഇനി ആഡംബരമാകും. 15% വരെ വില വർധനയ്ക്ക് സാധ്യത. വിപണിയിലെ 80 മോഡലുകളെ ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. നാമജപമുഖരിതമായി നന്ദിപുലം. തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭജനോത്സവം ആരംഭിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ സപ്താഹയജ്ഞം. ഏപ്രിൽ 21 വരെ ഭാഗവത പാരായണം. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും പ്രതീകമായി മലയാളി വിഷു ആഘോഷിച്ചു. കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടുടുത്ത പ്രകൃതിയും ഐശ്വര്യത്തിന്റെ വിഷുക്കണിയും കൈനീട്ടവും സദ്യയുമായി ഓരോ മലയാളി മനസ്സുകളിലും വിഷുദിനം പുത്തൻ പ്രതീക്ഷകളുടെ പുലരിയായി. രാവും പകലും തുല്യമായ വിഷുവം എന്ന സങ്കല്പത്തിൽ നിന്നാണ് വിഷു എന്ന പേരുണ്ടായത്. കഷ്ടതയുടെ കാലം മാറി സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പുലരിയിലേക്കുള്ള ചുവടുവെപ്പായാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത്. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ഓട്ടുരുളയിൽ ഒരുക്കിയ കണിക്കൊന്നയും കണിവെള്ളരിയും വാൽക്കണ്ണാടിയും പൊന്നും കോടിമുണ്ടും കണ്ട് മലയാളികൾ ഇന്ന് പ്രഭാതത്തിലേക്ക് ഉണർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ സർവ്വ ഐശ്വര്യങ്ങളും സമർപ്പിക്കുന്ന കണികാണൽ ചടങ്ങ് ഭക്തി നിർഭരമായി. തുടർന്ന് കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹത്തിന്റെ പ്രതീകമായി കൈനീട്ടം കൈമാറി. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടതാണ്. സദ്യയ്ക്ക് മുൻപായി നിലം ഉഴുതുമറിച്ച് നടത്തുന്ന ചാലിടിൽ ചടങ്ങ് കാർഷിക സംസ്കാരത്തിന്റെ തനിമ വിളിച്ചോതുന്നു. വിഷുക്കരിക്കൽ, വിഷുവേല, പത്താമുദയം എന്നിവയും മാറ്റച്ചന്തകളും പഴയകാലത്തിന്റെ ഓർമ്മ പുതുക്കലുകളായി ഇന്നും നിലനിൽക്കുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെയും രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയത്തിന്റെയുമൊക്കെ ഐതിഹ്യങ്ങൾ വിഷുവിനുണ്ട്. രാവണവധത്തിന് ശേഷം സൂര്യൻ നേരെ ഉദിക്കാൻ തുടങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലായും വിഷുവിനെ കരുതുന്നു. ഏതു വേനലിലും പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന പോലെ വരും വർഷം മുഴുവൻ ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മറ്റത്തൂർ വാസുപുരം, ആളൂർ, മാനാട്ടുകുന്ന് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ 15കാരനായ പ്രതിയെ പോലീസ് പിടികൂടി. തിരൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത്. മറ്റത്തൂർ വാസുപുരം മാനാട്ടുകുന്ന് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ 15കാരനെ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പിടികൂടി. മാർച്ച് 7 പകൽ 11 ആളൂർ മാനാട്ടുകുന്ന് ഹനുമാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ ആദ്യ മോഷണം നടത്തിയത്. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1.25 പവന് വരുന്ന 2 സ്വർണ്ണമാലകളും കൗണ്ടറിൽ നിന്ന് 2500 രൂപയും മോഷ്ടിച്ചു. കഴിഞ്ഞ 10 മറ്റത്തൂരിലെ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലും സമാന രീതിയിൽ മോഷണം നടത്തിയിരുന്നു. ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ച് അകത്തുകടന്ന് താക്കോലെടുത്ത ശ്രീകോവിൽ തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 4 ഗ്രാം സ്വർണ്ണമാലയും 10 ഗ്രാമിന്റെ വെള്ളിമാലയും അപഹരിച്ചു. തിരൂരിൽ നിന്നാണ് കുട്ടിയെ പിടികൂടിയത്. കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, ആളൂർ പോലീസ് സ്റ്റേഷനിലെ SI മനു, GSI ജയകൃഷ്ണൻ, GASIമാരായ ES ജീവൻ, ഷിജോ തോമസ്, GSCPO കൃഷ്ണദാസ്, സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനത്ത് കനത്ത ഉഷ്ണതരംഗം തുടരുന്നു. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി കനത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ശനിയാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും.
ചൂട് വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം നിയന്ത്രണാതീതമായി ഉയരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. ഉപയോഗം 6000 മെഗാവാട്ട് കടന്നാൽ സംസ്ഥാനം കനത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് KSCB മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി നന്ദിപുലം തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭജനോത്സവം ആരംഭിച്ചു. ഗ്രാമപ്രദക്ഷിണവും അനുഗ്രഹ പ്രഭാഷണവും ചക്രഭജ പൂജയും അടക്കം വിപുലമായ ചടങ്ങുകളോടെയാണ് ഉത്സവം നടന്നുവരുന്നത്. നന്ദിപുലം തൃക്കയിൽ ബാലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രം ഭക്തിസാന്ദ്രമാകുന്നു. അക്ഷയ തൃതീയ മഹോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഭജനോത്സവം ഏപ്രിൽ 13 രാവിലെ നടന്ന ശുദ്ധിചടങ്ങുകളോടെ ആരംഭിച്ചു. വൈകുന്നേരം നടന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ ഹരേ കൃഷ്ണ സസൽഗത്തിന്റെ ഭജനാകമ്പടിയോടെ ഭഗവാൻ ഭക്തരുടെ അടുത്തേക്ക് എഴുന്നള്ളി. വഴിയിലുടനീളം വിളക്ക് കൊളുത്തിവെച്ചും ദ്രവ്യങ്ങൾ സമർപ്പിച്ചുമാണ് ഭക്തർ ഭഗവാനെ വരവേറ്റത്. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന നാമസങ്കീർത്തനം ഭക്തർക്ക് നവ്യാനുഭവമായി. ഭജനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ദേവചൈതാനന്ദ സ്വാമി നിർവഹിച്ചു. രണ്ടാം ദിനമായ ഏപ്രിൽ 14 പുലർച്ചെ മുതൽ തന്നെ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. രാവിലെ 6 മണിക്ക് സഹസ്രനാമാർച്ചനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഭഗവത്ഗീത പാരായണം, സഹസ്രനാമ പാരായണം, ഭാഗവത സംഗ്രഹം എന്നിവയും നടന്നു. വൈകുന്നേരം ഭജന മണ്ഡപത്തിൽ വെച്ച് നടന്ന ചക്രഭജ പൂജയാണ് ഭജനോത്സവത്തിലെ പ്രധാന ആകർഷണം. കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി പൂജയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്കായി പ്രസാദഊട്ട് നടന്നു. രാജ്യത്തെ ഡിജിറ്റൽ ഇടപാടുകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങി റിസർവ് ബാങ്ക്. ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം. ആശങ്കയോടെ ബാങ്കുകളും ഫിൻടെക് കമ്പനികളും. ഉയർന്ന തുകയുടെ ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനുള്ള റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ബാങ്കുകളും ഫിൻടെക് കമ്പനികളും ആശങ്കയോടെ കാണുന്നു. RBI പുറത്തിറക്കിയ ഡിസ്കഷൻ പേപ്പർ പ്രകാരം 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഡിജിറ്റൽ ഇടപാടുകൾക്ക് UPI ഉൾപ്പെടെ 1 മണിക്കൂർ കാത്തിരിപ്പ് സമയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലായാൽ പണം അയച്ചാലും സ്വീകരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ 1 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ടി വരും. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 35,000 കോടി രൂപയുടെ തട്ടിപ്പുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗവും 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ഈ പരിധി നിശ്ചയിച്ചതെന്ന് RBI വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നിയന്ത്രണം ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വളർച്ചയെ ബാധിക്കാമെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ വിലയിരുത്തൽ. തത്സമയ ഇടപാടുകൾ എന്ന ആശയമാണ് UPIയുടെ പ്രധാന ആകർഷണം. അത് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാകുമെന്നാണ് ആശങ്ക. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വലിയ തുകയുടെ ഇടപാടുകളിൽ പണം ലഭിച്ചോ എന്ന് ഉറപ്പാക്കാൻ ഉപഭോക്താക്കൾക്ക് കാത്തിരിക്കേണ്ടി വരും. അയക്കുന്നവർക്കും ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പോൾ തന്നെ IMPS, നെഫ്റ്റ് പോലുള്ള സംവിധാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും പുതിയ നിർദ്ദേശം UPI ഇടപാടുകളെയാകും കൂടുതൽ ബാധിക്കുക. വിശ്വസ്തരായ ഇടപാടുകാരെ പ്രത്യേകം ഉൾപ്പെടുത്തുന്ന സംവിധാനം പരിഗണിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 10 വർഷം പിന്നിട്ട UPI സംവിധാനത്തിൽ 37 മുതൽ 38% ഇടപാടുകൾ വ്യക്തികൾ തമ്മിലാണ്. മൂല്യത്തിൽ ഇത് 60% വരെ എത്തുന്നു. തട്ടിപ്പുകൾ തടയാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് പൊതുവായ അഭിപ്രായം. കൂടാതെ തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുന്നതിനാൽ ഇത്തരം നിയന്ത്രണങ്ങൾ പൂർണ്ണമായ പരിഹാരമാകില്ലെന്നും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഡിസ്കഷൻ പേപ്പറിനെ അടിസ്ഥാനമാക്കി ബാങ്കുകളും ഫിൻടെക് കമ്പനികളും അവരുടെ അഭിപ്രായങ്ങൾ RBIയെ അറിയിക്കുമെന്നാണ് സൂചന. ഇവ പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് തിരിച്ചടിയായി വിപണിയിൽ വിലവർധനയ്ക്ക് സാധ്യത. മെമ്മറി ചിപ്പുകളുടെ വില ഉയർന്നതോടെ രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾ ഫോൺ വിലയിൽ 15% വരെ വർധന വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെമ്മറി ചിപ്പുകളുടെ വിലയിലുണ്ടായ വർധനയാണ് ഇതിന് പ്രധാന കാരണം. രാജ്യത്ത് നിലവിൽ 200ഓളം സ്മാർട്ട് ഫോൺ മോഡലുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇതിൽ ഏകദേശം 80 മോഡലുകളുടെ വില കൂടാനിടയുണ്ടെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ച് വ്യക്തമാക്കുന്നു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വിലവർധന നടപ്പാക്കാനാണ് കമ്പനികൾ സാധ്യത പരിശോധിക്കുന്നത്. പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നതിലെ അധിക ചിലവും വിലവർധനയ്ക്ക് കാരണമാകുന്നുവെന്ന് കൗണ്ടർ പോയിന്റ് റിസർച്ച് ഡയറക്ടർ തരുൺ പഥക് വ്യക്തമാക്കി. പ്രത്യേകിച്ച്
15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾക്ക് മെമ്മറി ചിപ്പുകളുടെ വിലയിൽ 20% വരെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ ചില കമ്പനികൾ ഫീച്ചറുകളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. 128 GB മെമ്മറി 64 GB ആയി കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ സൂചിപ്പിക്കുന്നു. വില കൂടുമോ, ഫീച്ചറുകൾ കുറയുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,240 രൂപ, പവന് 1,13,920 രൂപ. കല്ലൂർ ആദൂർ പൊന്നേത്ത് പരമേശ്വരൻ നായർ ഭാര്യ രാധ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നിൻ കണിയും കൈനീട്ടവും സമൃദ്ധിയുടെ മഞ്ഞപ്പട്ടുടുത്ത് മലയാളി ഇന്ന് വിഷു ആഘോഷിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഓടുപൊളിച്ച് മോഷണം. വിഗ്രഹത്തിലെ മാലയടക്കം കവർന്ന 15കാരൻ പിടിയിൽ. ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് 40 ഡിഗ്രിയിലേക്ക്. റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപയോഗവും. ഡിജിറ്റൽ ഇടപാടുകൾക്ക് RBIയുടെ കൂളിംഗ് പീരീഡ്. പണം അയച്ചാലും അക്കൗണ്ടിലെത്താൻ 1 മണിക്കൂർ വൈകും. സ്മാർട്ട് ഫോൺ ഇനി ആഡംബരമാകും. 15% വരെ വില വർധനയ്ക്ക് സാധ്യത. വിപണിയിലെ 80 മോഡലുകളെ ബാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. നാമജപമുഖരിതമായി നന്ദിപുരം. തൃക്കയിൽ ബലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭജനോത്സവം ആരംഭിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ സപ്താഹയജ്ഞം. ഏപ്രിൽ 21 വരെ ഭാഗവത പാരായണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.